ശ്രീ അൻവർ സാദത്ത് എം എൽ എ ഇതിപ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന വലിയ സങ്കടകരമായൊരു വാർത്ത ഇപ്പോൾ തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് വന്നു. അത് അമ്മയുടെ മൊഴിയാണ്. ഈ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. അവർ മാറ്റി മാറ്റി പല മൊഴികളും തന്നെങ്കിലും ഏറ്റവും ഒടുവിലാണ് ഇക്കാര്യം പറയുന്നത്. അതെങ്ങനെയാണ് പോലീസ് മുഖവിലക്കെടുക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ തെരച്ചിലിന്റെ ഒരു സ്ഥിതി? ഞാൻ ഈ സംഭവം അറിഞ്ഞതിന് ആലുവ ഡിവൈഎസ്പിനെയും ഇപ്പോൾ അമ്മ ഉള്ള പ്രദേശമായ മൂഴിക്കുളത്തിന്റെ ഭാഗമായ ചെങ്ങനാട് CA ഞാൻ വിളിച്ചു. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ട് തന്നെയാണ് അവർ പറഞ്ഞത്. അമ്മ പരസ്പര വിരുദ്ധമായി പറയുന്നു. പക്ഷെ അമ്മ പരസ്പര വിരുദ്ധം പറഞ്ഞ കാര്യത്തിൽ ഗൗരവമായിട്ട് തന്നെ പോലീസ് അന്വേഷിക്കണം. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞല്ലോ മൂഴിക്കുളം പാലത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. അത് ഫയർഫോഴ്സ് ഉൾപ്പെടെ വന്ന് അതിന് എന്തെങ്കിലും ആ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ബാക്കി അന്വേഷണങ്ങളൊക്കെ പോലീസ് വളരെ ഊർജിതമാക്കുന്നു. വേറൊരു അപകടമൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും പോലീസ് അത് ഗൗരവത്തിൽ തന്നെ അതിന്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഈ പറയുന്ന മൂഴിക്കുളം ഭാഗത്തൊക്കെ നമുക്കറിയാം, ഈ രാത്രിയിൽ അങ്ങനെ പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ അത് എത്രമാത്രം പ്രായോഗികമാണ്, അത് ദുഷ്കരമാണ് നമുക്കറിയുന്നതാണ്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ ഫയർഫോഴ്സ് അല്ലാതെ അവിടെ പ്രാദേശിക ഈ നീന്തൽ വിദഗ്ധരൊക്കെ എത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞത് കറക്റ്റാണ്. അവിടെ ഫയർഫോഴ്സ് എന്നുണ്ട്, പ്രാദേശികമായി ഇതറിയാവുന്ന ആളുകൾ, നാട്ടുകാർ അതിന് സഹായത്തിന് പോലീസിന് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ നടക്കുന്നത്. പക്ഷേ ഇത്ര രാത്രി ആയതുകൊണ്ട് അത് എത്രമാത്രം അത് ഫലപ്രദമാകും എന്നുള്ള കൺഫ്യൂഷൻ സ്വാഭാവികം നമുക്കെല്ലാവർക്കും അറിയാം, അതുണ്ട്. എന്നാലും പോലീസും നാട്ടുകാരും അത് അന്വേഷിക്കുവാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുകയാണ്. മൂഴിക്കുളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെങ്ങമനാട് പോലീസിന് അതിർത്തിയാണ്. അപ്പൊ അവര് വളരെ ഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ശ്രീ അൻവർ സാദ്, ഇതിനൊക്കെ പോലീസ് നൽകുന്ന മറ്റ് വിവരങ്ങൾ എന്താണ്? ഈ 3 മണിക്ക് ആണ് ഇങ്ങനെ കുട്ടി മിസ്സിംഗ് ആണെന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞതെന്ന് ബന്ധുക്കൾ പറഞ്ഞു നേരത്തെ. ഈ കുട്ടി വന്ന് അംഗനവാടിയിൽ നിന്ന് ഈ കുട്ടിയെ അംഗനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് തന്നെയാണോ പോലീസും പറയുന്നത്? അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പോലീസ് ഇപ്പോൾ മൂഴിക്കുളം ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ച് വരികയാണ്. അതിൽ നിന്ന് 1-2 സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് പോലീസ് ഔദ്യോഗികമായി പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ തന്നെയും പോലീസിന് ഈ അമ്മ അവിടെ ചെന്നതിന്റെ ചില ദൃശ്യങ്ങളും അതിന്റെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി ശ്രീ അൻവർ സാദത്ത് MLA ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് കിട്ടിയ വിവരങ്ങൾ അത് MLA കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ ഫയർഫോഴ്സും പോലീസും ഒപ്പം തന്നെ പ്രാദേശികമായി അവിടെയുള്ള നീന്തൽ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മൂഴിക്കുളം ഭാഗത്തൊക്കെ ഈ സമയത്തുള്ള തെരച്ചിൽ, പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിൽ അത് എത്രമാത്രം ഫലപ്രദമാണ് എന്ന് പറയാൻ വഴിയ കൂടുതൽ സംവിധാനങ്ങളൊക്കെ എത്തിക്കേണ്ടി വരും എന്നത് അനിവാര്യമാവുകയാണ് ഇപ്പോൾ. കാരണം അമ്മയുടെ ഈ ഒരൊറ്റ മൊഴിയിൽ അത് മാത്രമായിട്ട് അല്ലെങ്കിൽ കൂടി അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. കാരണം അത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അത് കാരണം കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു എന്ന് പറയുന്ന അമ്മയുടെ ആ മൊഴി അത് അല്പം ഗൗരവത്തോടെ പോലീസ് കാണുന്നുണ്ട്. അതിലേക്ക് പോലീസ് നീങ്ങുകയുമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മൂഴിക്കുളത്ത് ഈ തെരച്ചിൽ നടത്തുന്നത്.